ബെന്യാമിൻ നെതന്യാഹുവും സയനിസ്റ്റ് ഭരണകൂടവും ഒരാൾക്ക് മുൻപിൽ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. അന്ന് ജോർദാനിലെങ്കിൽ ഇന്ന് ഖത്തറിൽ. ചാരസംഘടനകളുടെ അപ്പോസ്തലനെന്നും എല്ലാം തികഞ്ഞവരെന്നും ലോകം കേളികൊട്ടി ആഘോഷിക്കുന്ന സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കൊലയാളി സംഘമായ മൊസാദിന്റെ കൊലക്കത്തിയെ അയാൾ വീണ്ടും അതിജീവിച്ചിരിക്കുന്നു. അയാളുടെ പേര് ഖാലിദ് മിഷൽ. 1997 അദ്ദേഹത്തെ കൊല്ലാൻ മൊസാദിന്റെ ചാരന്മാർ ഒരു ശ്രമം നടത്തി. എന്നാൽ കൊല്ലാൻ ശ്രമിച്ചവർ തന്നെ ജീവൻ രക്ഷാ മരുന്ന് നൽകി മിഷലിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടി വന്നു. അന്നും പ്രധാനമന്ത്രിയായിരുന്ന നെതന്യാഹുവിന് മാപ്പ് പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോഴിതാ വീണ്ടും ഖത്തറിൽ അതേ ചരിത്രം ആവർത്തിക്കുന്നു. അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത്. സ്വാഗതം. വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തറിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയത്. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ വിഭാഗം അംഗങ്ങൾ കുടുംബസമേതം താമസിക്കുന്ന റെസിഡൻഷ്യൽ കെട്ടിടമായിരുന്നു ഇസ്രായേലി പോർവിമാനങ്ങളുടെ ലക്ഷ്യം. കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നവരിൽ ഹമാസ് രാഷ്ട്രീയകാര്യ ഉപമേധാവി ഖലീൽ അൽ ഹയ്യ, വെസ്റ്റ് ബാങ്കിലെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാൻ സഹീർ ജബാരിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിലും മിഷലിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം അയാളുടെ ചരിത്രം തന്നെയാണ്, വെറും ചരിത്രമല്ല, ഇസ്രായേലി ഭരണകൂടത്തിന്റെ കൊട്ടേഷനുകളെ അതിജീവിച്ച ചരിത്രം. 1997 സെപ്റ്റംബറിൽ ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ വെച്ചാണ് മിഷലിനെതിരെ ഇസ്രായേലിന്റെ ആദ്യ കൊലപാതക ശ്രമമുണ്ടാകുന്നത്. കനേഡിയൻ സഞ്ചാരികളുടെ വേഷത്തിലെത്തിയ മൊസാദ് ചാരന്മാർ മിഷലിന്റെ ചെവിയിലേക്ക് വിഷദ്രാവകം ഒഴിക്കുകയായിരുന്നു. എന്നാൽ മൊസാദ് ചാരന്മാർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവർ പിടിക്കപ്പെട്ടു. സംഭവത്തെക്കുറിച്ചറിഞ്ഞ അന്നത്തെ ജോർദാൻ രാജാവ് ഹുസൈൻ പ്രകോപിതനായി. മൊസാദ് തലവൻ ഡാനി യാതോമിനെ അയച്ച് പ്രശ്നപരിഹാരത്തിന് നെതന്യാഹു ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. മിഷലിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ പ്രതിരോധ മരുന്ന് എത്തിച്ചില്ലെങ്കിൽ പിടിയിലായ മൊസാദ് അംഗങ്ങളെയെല്ലാം കൊലപാതകികളെന്ന് കണ്ട് കൊല്ലുമെന്ന നിലപാടിൽ ഹുസൈൻ രാജാവ് ഉറച്ചുനിന്നു. സംഭവം നടക്കുന്നതിന് 3 വർഷം മുൻപായിരുന്നു അമേരിക്ക ഇടപെട്ട ഇസ്രായേലും ജോർദാനും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. അതുകൂടി ഇല്ലാതാകുമെന്ന അവസ്ഥ വന്നതോടെ അമേരിക്ക ഉൾപ്പെടെ സംഭവത്തിൽ ഇടപെട്ടു. നിൽക്കക്കള്ളിയില്ലാതെ പ്രത്യേക വിമാനത്തിൽ ഖാലിദ് മിഷലിനെ രക്ഷിക്കാനുള്ള ആന്റിഡോട്ട് ഇസ്രായേൽ ഭരണകൂടത്തിന് എത്തിച്ചു കൊടുക്കേണ്ടി വന്നു. ജോർദാൻ രാജാവിനോട് നെതന്യാഹു നേരിട്ട് മാപ്പ് പറയുക പോലുമുണ്ടായി. അന്നേറ്റ ആ അപമാന ഭാരം ഇല്ലാതാക്കാൻ കൂടിയാണ് നെതന്യാഹു ഭരണകൂടം ദോഹയിൽ ശ്രമിച്ചത്. എന്നാൽ അന്നത്തെ പോലെ ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകളെയെല്ലാം അയാൾ തെറ്റിച്ചിരിക്കുന്നു. ഖാലിദ് മിഷലിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സയനിസ്റ്റുകൾക്ക് അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു. ഇത്തവണയും ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടാണ് ആ അടിയറവെന്നതും ശ്രദ്ധേയമാണ്. ജോർദാൻ നിയന്ത്രണത്തിലായിരുന്ന വെസ്റ്റ് ബാങ്കിലെ സിൽവാദിൽ 1956 മിഷലിന്റെ ജനനം. 2004 ഹമാസ് നേതാക്കളായ ഷെയ്ഖ് ഹമദ് യാസിൻ, അബ്ദുൽ അസീസ് അൽ റൻതീസി എന്നിവരുടെ കൊലപാതകത്തിന് ശേഷമാണ് മിഷൽ സംഘടനയുടെ മൊത്തത്തിലുള്ള നേതൃത്വം ഏറ്റെടുക്കുന്നത്. പിന്നീട് 2017 ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവിയായി ഇസ്മയിൽ ഹനിയെ ചുമതലയേൽക്കും വരെ മിഷേൽ ആ സ്ഥാനത്ത് തുടർന്നിരുന്നു. ഹനിയുടെയും സിൻവാറിന്റെയും മരണത്തിന് ശേഷം ഹമാസിന്റെ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട പ്രധാന പേരുകാരനായിരുന്നു മിഷൽ.